ഇന്ത്യൻ 2 കുറച്ച് ഓവർ എക്സാജുറേറ്റ് തോന്നിയത് അധിഷ്ഠിതമായിട്ടുള്ള ഒരു സിനിമയല്ല, പീരിയോഡിക് സിനിമയാണ്. അതുകൊണ്ട് തന്നെ കളരിയുടെ എല്ലാ സാധ്യതകളും അതിനുള്ളിൽ നിർബന്ധമായിട്ടും നമ്മൾ പ്രയോജനപ്പെടുത്തും. കളരിപ്പയറ്റ് ഇന്ത്യയിലെ തന്നെ 90% ആൾക്കാർക്കും കളരിപ്പയറ്റ് എന്ന് പറയുന്ന ഒരു മാർഷൽ ആർട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് അറിയില്ല. ഇന്ത്യയെ തന്നെ നമ്മൾ നോക്കുമ്പോൾ, ഇന്ത്യയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചരിത്രം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ 80-85% ഓഫ് ഹിസ്റ്ററി ഈസ് മെയ്ഡ് ബൈ വാറിയേഴ്സ്. ഈ വാറിയർ സ്പിരിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ സൂയിസൈഡ് റേറ്റ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് വിമൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മെജോറിറ്റി ഓഫ് ദ ഗോഡ്സ് ആർ ഹോൾഡിംഗ് വെപ്പൺസ് എന്നുള്ളതാണ്. ധർമ്മത്തിന് വേണ്ടി നിലനിന്ന യോദ്ധാക്കളായിരുന്നു ഇവരെന്നാണ് ആ ഇത്രയും അസ്ത്രശസ്ത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഡെക്കറേഷൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അവരവര് ധർമ്മത്തിന് വേണ്ടി പോരാടിയ യോദ്ധാക്കളെ ആണ് നമ്മൾ ദൈവങ്ങളായിട്ട് തന്നെ വാഴ്ത്തുന്നതെന്നാണ് ആ ഐക്കണോഗ്രാഫി തന്നെ കാണിക്കുന്നത്. നോളജ് ഈസ് ബിൽഡ് അപ്പോൺ അനദർ നോളജ് എന്നുള്ളതാണ്. ഒരു അറിവിൽ നിന്നാണ് അടുത്തൊരു അറിവ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഡയഫ്രാമാറ്റിക് ബ്രീത്തിങ് ആണ് ഒരു പ്രോപ്പർ ബ്രീത്തിങ്. ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ടമി ഷുഡ് കം അപ്പ്. അഗസ്ത്യരുടെ മർമ്മ കണ്ണാടി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, തമിഴിലുള്ള ഗ്രന്ഥം, ഞാൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് 2 വർഷത്തെ സമയമെടുത്തു. കാരണം ഒരുപാട് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരുപാട് സമയം എടുക്കേണ്ടി വരുന്നു. നമ്മൾ ഷാവുലിൻ ടെമ്പിൾസിൽ പോയാൽ ബോധിധർമ്മന്റെ കേവ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിന്റെ മുന്നിൽ അവർ എഴുതിയിട്ടുണ്ട് ഒരു ഇന്ത്യൻ മോങ്ക് ആണ് ഇദ്ദേഹം എന്ന്. ഷോർട്ടായിട്ട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാ ശരിക്കും ശ്വസിക്കേണ്ടത്? ഡയഫ്രാമാറ്റിക് ബ്രീത്തിങ് ആണ് ഒരു പ്രോപ്പർ ബ്രീത്തിങ്. ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ടമി ഷുഡ് കം അപ്പ്. കാരണം ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡയഫ്രം ഉണ്ട്. ലങ്സ് വികസിക്കുമ്പോൾ ഡയഫ്രം താഴേക്ക് പുഷ് ചെയ്യും, വയറ് ഫ്രണ്ടിലേക്ക് തള്ളി വരണം. നമ്മൾ പലപ്പോഴും വയറൊക്കെ ഇങ്ങനെ പിടിച്ച് നടക്കുന്നുണ്ടാണെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഒരുപാട് തോട്ട് പ്രോസസ്സിലേക്ക് പോയത് കൊണ്ട് ഈ ശീലം നമ്മൾ മറന്നുപോയി. നമ്മൾ എപ്പോഴാണോ നാച്ചുറൽ സ്റ്റേജിൽ എത്തുന്നത്, അതാണ് ഞാൻ ഉറങ്ങുമ്പോൾ എന്ന് പറഞ്ഞത്. നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ബോഡിക്ക് ഒരു താളവും സിസ്റ്റവും തിരിച്ചു വരും. റിക്കവറി എപ്പോഴും സ്ലീപ്പിലാണ് ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ ആ പോസിബിലിറ്റി നമ്മുടെ ശരീരം എപ്പോഴാണോ റെസ്റ്റ് ചെയ്യുന്നത്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിഥമിലേക്ക് വരുന്ന ആ സമയങ്ങളിലാണ് റിക്കവറി പോസിബിൾ ആയിരിക്കും. നമുക്കിപ്പോൾ ഡെയിലി ലൈഫിൽ നമുക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ബ്രീത്തിങ് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആക്കാൻ പറ്റാവുന്ന എക്സസൈസുകളുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. നമുക്ക് അവയർനെസ് ബ്രീത്തിങ്, നമ്മൾ തന്നെ ശരിക്കും ഒരു പ്രാണ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ അവയർനെസ് ബ്രീത്തിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അവയർ അല്ലാതെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്ത്. പല കാര്യങ്ങളും നമ്മൾ ഒട്ടും അവയർ അല്ല. നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ള അവയർനെസ് നമുക്ക് കുറച്ച് പല കാര്യങ്ങളും കുറവാണ്, ലാക്കിംഗ് ആണ്. അപ്പൊ ആ അവയർനെസ് പ്രോസസ്സിലേക്ക് നമ്മൾ എപ്പോഴാണോ ലൈഫിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്, ലൈഫ് വിൽ ബി ബ്യൂട്ടിഫുൾ. ഈ ജെൻഡർ വൈസ് ഇപ്പോൾ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് അങ്ങനെ വെച്ച് അവരുടെ ലിംഗം അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും, അതോ ഒരേ കുടക്കീഴിൽ ഇവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട്? പരമ്പരാഗതമായിട്ട് ചിന്തിച്ച ഒരേ കുടക്കീഴിൽ തന്നെയാണ്. നമുക്ക് ആരോമൽ ചേകവരെ കുറിച്ചോ തച്ചോളി ഉദയനെ കുറിച്ചോ സംസാരിക്കുമ്പോൾ ഉണ്ണിയാർച്ചയെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അത് മാത്രമല്ല, നമ്മൾ സംഘം ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് കളരിപ്പയറ്റ് എന്ന് പറയുന്ന ഒരു ഓൾഡസ്റ്റ് ഡിസിപ്ലിൻ ആണ്. നമുക്ക് പറയാൻ പറ്റുന്നത് ഓൾഡസ്റ്റ് സ്ട്രക്ചേർഡ് മാർഷൽ ആർട്ട് ഫോംസിൽ ഏറ്റവും പഴക്കമുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സ്ട്രക്ചേർഡ് മാർഷൽ ആർട്ട് ഫോം 3000 വർഷത്തോളം പഴക്കം നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സംഘം പീരീഡ് നമ്മൾ എടുക്കുമ്പോൾ അകമ്പാടൽ, പുറംപാടൽ, കുണ്ടലകേശി, വളയാവതി, തിരുമുരുകാറ്റുപടൈ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഘം രചനകളിൽ, ലിറ്ററേച്ചേഴ്സിലെല്ലാം നമുക്ക് കളരി എന്നുള്ള വാക്ക്, കളരി പയറ്റ് എന്നുള്ള വാക്കല്ല, കളരി എന്നുള്ള വാക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കളരി എന്ന് പറയുന്ന വാക്ക് ഒരു പ്രൊഫൗണ്ട് സ്പേസിനെ കുറിച്ചാണ് ദ്യോതിപ്പിക്കുന്നത്. ഒരു സ്ഥലം, ഒരു സ്ഥലത്ത് ബിക്കോസ് സ്പേസസ് ക്രിയേറ്റ്സ് പീപ്പിൾ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്ഥലങ്ങളാണ് ആൾക്കാരെ അവരവരാക്കി മാറ്റുന്നത്. ഇപ്പൊ കളരിയിൽ നിങ്ങൾ വന്നാൽ നിങ്ങളൊരു കളരിപ്പയറ്റ് അഭ്യാസിയാകുന്നു. നിങ്ങളൊരു ലോ കോളേജിൽ പോയാൽ നിങ്ങളൊരു അഡ്വക്കേറ്റ് ആകും, ലോ ഗ്രാജുവേറ്റ് ആവുന്നു. മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങളൊരു ഡോക്ടർ ആകും. അപ്പൊ ആ സ്പേസസ് വിൽ ക്രിയേറ്റ് പീപ്പിൾ. ഈ കളരിയെ പറ്റി വളരെ ഫാൻസി ആയിട്ട് കുറച്ച് ഫാൻറ്റസി ഒക്കെ നിറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ സിനിമ ആളുകളിലേക്ക് ഇൻജെക്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യൻ സിനിമയൊക്കെ കണ്ടിട്ട് ഈ വർമ്മ കല പ്രത്യേകിച്ച് ചില പ്രഷർ പോയിന്റ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ നിശബ്ദനാക്കാൻ പറ്റും, ആളുകളെ സ്റ്റക്ക് ആക്കാൻ പറ്റും. ഇതിനൊക്കെ എത്രമാത്രം ശാസ്ത്രീയമായ ബാക്കപ്പ് ഉണ്ട്? ഇന്ത്യൻ 2 കുറച്ച് ഓവർ എക്സാജുറേറ്റ് തോന്നിയത്. പക്ഷേ നമ്മൾ കളരി മർമ്മസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കും. കളരി ഒരു വെൽ റൗണ്ടഡ് സ്റ്റഡിയാണ്. കളരിപ്പയറ്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പ്രാക്ടീസസ്, നമ്മൾ പറയുന്ന ഈ അഭ്യാസങ്ങൾ അല്ലെങ്കിൽ മെയ്ത്താരികളിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനുശേഷം കോൽത്താരി, സ്റ്റിക് ഫൈറ്റ്സ്, അങ്കത്താരി, മെറ്റൽ വെപ്പൺസ് നമ്മൾ പഠിക്കുന്നു. വെറും കൈ, ബെയർ ഹാൻഡ് ടാക്ടിക്സുകളെ കുറിച്ച് പഠിക്കുന്നു. ഇതെല്ലാം ആണ് മാർഷൽ ആർട്ട് വിഭാഗത്തിൽ നിൽക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന ഒരു കാര്യമാണ് പ്രഷർ പോയിന്റ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് 108 പ്രഷർ പോയിന്റ്സ് ഉണ്ട്. 108 മർമ്മസ്ഥാനങ്ങളെ കുറിച്ചാണ് അഗസ്ത്യർ തുടങ്ങിയ 18 സിദ്ധന്മാർ തുടങ്ങിയവരെല്ലാം എഴുതിയിരിക്കുന്ന മർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത്.
അഗസ്ത്യരുടെ മർമ്മ കണ്ണാടി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, തമിഴിലുള്ള ഗ്രന്ഥം ഞാൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് 2 വർഷത്തെ സമയമെടുത്തു. കാരണം ഒരുപാട് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരുപാട് സമയം എടുക്കേണ്ടി വരുന്നു. അപ്പോൾ കുറെ എക്സ്പേർട്ടുകളുടെ ഹെൽപ്പൊക്കെ നമുക്ക് വേണ്ടി വന്നു, പ്രത്യേകിച്ച് ലാംഗ്വേജ് എക്സ്പേർട്സിന്റെ. അങ്ങനെ മർമ്മ കണ്ണാടി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ആനുവൽ മീറ്റിംഗിൽ റിലീസ് ചെയ്തിരുന്നു ആ പുസ്തകം. അപ്പൊ ഞാൻ അതിലൂടെ പഠിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഇവരെല്ലാ പേരും, പ്രത്യേകിച്ച് സിദ്ധന്മാരും അഗസ്ത്യരും ഒക്കെ പഠിപ്പിക്കാനും പറയാനും ശ്രമിച്ചുകൊണ്ടിരുന്നത് ജീവിതത്തിനെ കുറിച്ച്, ലൈഫിനെ കുറിച്ചാണ് എപ്പോഴും. കാരണം ഈ മർമ്മ കണ്ണാടി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ചാപ്റ്റർ കരുവുത്ഭവം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതായത് എങ്ങനെയാണ് ഒരു സൈഗോട്ട് അമ്മയുടെ ഉദരത്തിൽ ഫോം ചെയ്യുന്നത്, ഒരാഴ്ച കൊണ്ട് അത് എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു, അത് അടുത്ത മാസം അല്ലെങ്കിൽ മാസങ്ങളിൽ അതിന്റെ പ്രോഗ്രഷൻ എങ്ങനെ, ആ പ്രോഗ്രഷൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ മനസ്സിന്റെ സ്ഥിതി എന്തായിരിക്കണം, ഒരു പിറവിക്ക് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ആ കുട്ടിയിലേക്ക് വന്നു ചേരുന്നത്, ഇങ്ങനെ തുടങ്ങി ലൈഫിന്റെ ആദ്യത്തെ സെല്ല് മുതൽ ആണ് അതിന്റെ എക്സ്പ്ലനേഷൻസ് വരുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് ഒരു തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ബാക്ക് ഉള്ള അവരുടെ ഇന്റലക്ട്, ഹൈ ഇന്റലക്റ്റിൽ നിന്നുള്ള അവരുടെ ഡീപ്പ് റിസർച്ചിൽ നിന്നുള്ള സ്റ്റഡീസ് ആണ് നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ അതിൽ തന്നെ പടുവർമ്മ സ്ഥാനങ്ങൾ, അതായത് 12 പ്രഷർ പോയിന്റ്സ്, പടുമർമ്മങ്ങൾ എന്ന് നമ്മൾ പറയാം. അതായത് നമുക്ക് ഒരാളിനെ ആ പ്രഷർ പോയിന്റ്സിൽ അറ്റാക്ക് കൊണ്ട് അയാൾക്ക് വേണമെങ്കിൽ ജീവഹാനി സംഭവിക്കാം. അതാണ് പടുവർമ്മസ്ഥാനങ്ങൾ. തൊടുവർമ്മസ്ഥാനങ്ങളുണ്ട്, നമ്മൾ സെൽഫ് ഡിഫെൻസിനായിട്ട് ഉപയോഗിക്കുന്ന 96ഓളം സ്ഥാനങ്ങൾ നമുക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ തട്ടുവർമ്മസ്ഥാനങ്ങളുണ്ട്. മെയ് തീണ്ടാക്കാലം എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട്. അതായത് ഫിസിക്കലി ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് ഒരാളിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പൊ നമ്മള് ചിലപ്പം 7ാം അറിവ് എന്ന് പറയുന്ന സിനിമയിൽ അത് കുറച്ച് നോക്കുവർമ്മം എന്ന് പറയുന്നതോ ചൂണ്ടുവർമ്മം എന്നൊക്കെ പറയുന്നത് പോലെ മെയ് തീണ്ടാക്കാലം എന്നാണ് അതിന്റെ ജനറൽ ആയിട്ടുള്ള. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരുപാട് സ്റ്റഡീസ് ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും എനിക്ക് അർജ് ചെയ്യാനുള്ളത്, പറയാനുള്ളത്, ഇത്തരം ഡീപ്പ് ഇന്ത്യൻ നോളജസിനെ കുറിച്ചുള്ള വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റിസർച്ചുകൾ ഉണ്ടാകണം എന്നുള്ളതാണ്. അതിനകത്ത് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പഠിക്കണം. കാരണം എപ്പോഴും നോളജ് ഈസ് ബിൽഡ് അപ്പോൺ അനദർ നോളജ് എന്നുള്ളതാണ്. ഒരു അറിവിൽ നിന്നാണ് അടുത്തൊരു അറിവ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഒരു ഇൻഫർമേഷനിൽ നിന്നാണ് പുതിയൊരു അറിവ് ഡിറൈവ് ആവുന്നത്. അത് പല ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് വരുമ്പോൾ പല അറിവുകൾ വേണേൽ അതിൽ നിന്ന് ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ തീർത്തും ഇഗ്നോർ ചെയ്യാതെ ഇന്ത്യൻ നോളജസിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കാൻ നമുക്ക് പറ്റണം. എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ പിറകിൽ നിന്ന് ഇത്തരം നോളജുകൾ, നമുക്കറിയാം മോഡേൺ സയൻസ് പലപ്പോഴും ശരി പറയുന്ന ഇൻഫർമേഷൻസും നോളജസും എങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ അവരൊരു ഹയർ ഇന്റലക്റ്റിൽ നിന്ന് അവരുടേതായ റിസർച്ച് പ്രോജക്ട്സുകളിൽ നിന്ന് അവരെങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ റിസർച്ച് ചെയ്യപ്പെടേണ്ടതുണ്ട്. സത്യമുണ്ടോ? അതായത് ഒരുപാടധികം ആൾക്കാർ ഒരാളെ നോക്കി ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും. പലപ്പോഴും ആൾക്കാര് ആനയെ ചൂണ്ടിയിരുത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? നോക്കിയൊക്കെ ഒരു വിൽ പവറിനകത്ത് നിന്ന്, ഒരു സ്പിരിച്വൽ ആസ്പെക്ടിന് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആക്ട് ആയിട്ടാണ് എനിക്ക് അത് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഞാൻ അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഗഹനമായ സ്റ്റഡീസ് നടക്കാനുണ്ട്. അതിൽ നിന്ന് നമുക്ക് സയന്റിഫിക്കലി അതിനെ എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ കൂടുതൽ വരണം. ഓഫ് ഹാൻഡ് ആയിട്ട് നമുക്ക് പലതും പറയാം, അതിൽ കുറച്ചുകൂടെ ഒരു വ്യക്തത നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് നിസ്സംശയമായിട്ട് സാധ്യമാണ്. സാധ്യമാണ്. അതെ, സാധ്യമാണ്. ഇപ്പൊ ആനയെ നിർത്താൻ പറ്റുമല്ലോ. ഈ ഇന്ത്യനിലൊക്കെ കാണിക്കുന്ന പോലെ വർമ്മക്കല ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ആളുകളെ സ്റ്റക്ക് ആക്കുക, അല്ലെങ്കിൽ ആളുകളെ മർമ്മ അറ്റാക്സിനെ നമ്മൾ മർമാഭിഘാതംസ് എന്നാണ് പറയുന്നത്. മർമ്മം എന്ന് പറഞ്ഞാൽ ആ വാക്കിന് തന്നെ 2 മീനിങ്സ് ആണ്. ഒന്ന് വൾണറബിൾ, ഏറ്റവും ദുർബലമായത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത്. ഇത് 2 വാക്കും ആ മർമ്മം എന്നുള്ള വാക്കിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. ശരീരത്തിലെ ദുർബലമായ ഭാഗമെന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമെന്നും അതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിലെ തന്നെ പ്രാണ, അതായത് ലൈഫ് ഫോഴ്സ് പാൽപിറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആയിട്ടാണ് നമ്മൾ ഈ 108 പോയിന്റ്സിനെ കാണുന്നത്. അപ്പൊ ഇതിൽ ഉണ്ടാകുന്ന അറ്റാക്സിനെ നമ്മൾ മർമാഭിഘാതംസ് എന്ന് പറയുന്നു, അഭിഘാതങ്ങൾ. അതില് നമുക്ക് പിന്നെ റിവൈവൽ പ്രോസസ്സുകളുണ്ട്, അടങ്കലുകൾ. അപ്പൊ ഈ അഭിഘാതങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വികാരങ്ങൾ, അതായത് ഈ വികാരം ഇമോഷൻസ് എന്നുള്ളതല്ല, ബോഡിയിൽ പലതരത്തിലുള്ള അതിന്റെ റിഫ്ലക്ഷൻസ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ജന്നി എന്ന് പറയുന്ന എപ്പിലെപ്സി പോലെ ഉണ്ടാവുക, ഫെയിന്റഡ് ആവുക, ഡീപ്പ് പെയിൻ ഉണ്ടാവുക, ഇങ്ങനെ തുടങ്ങിയ പലതരത്തിലുള്ള
എക്സ്പ്രഷൻസ് ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ. അപ്പൊ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്സ് ഇതെല്ലാം അടങ്ങിയ ഒരു വളരെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു മേഖലയാണ് മർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. ആയുർവേദം നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്, സിദ്ധ മെഡിക്കൽ സിസ്റ്റം അത് കൈകാര്യം ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി ഇതിനെല്ലാം ഡീപ്പ് റിസർച്ചസ് ഇനിയും നമുക്ക് ആവശ്യമുണ്ട്, സ്റ്റാൻഡർഡൈസേഷൻ ആവശ്യമുണ്ട് തീർച്ചയായിട്ടും. എങ്കിൽ മാത്രമേ നമുക്ക് ലോകത്തിനോട് ഇത് വിളിച്ച് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇതൊരു അതിർവരമ്പിലാണല്ലോ നിൽക്കുന്നത്. അതെ അതെ. പേഴ്സണൽ എക്സ്പീരിയൻസസിൽ നിന്ന് നമ്മൾ സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ലോകം കൂടെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് വളരെ സ്പഷ്ടമാണ് ഈ കാര്യം. കാരണം ഞാൻ എൻ്റെ അച്ഛൻ വളരെയധികം എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു മർമ്മ തെറാപ്പിസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇവോൾവ് ചെയ്ത് വരുമ്പോഴും ഞാൻ ഈ ട്രീറ്റ്മെന്റ്സും മറ്റു കാര്യങ്ങളും കണ്ടുകൊണ്ടാണ് എൻ്റെ ലൈഫ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് വന്നത്. പലപ്പോഴും അച്ഛൻ ദേശീയ സിദ്ധ മർമ്മ ഫെഡറേഷന്റെ ട്രഷറർ ആയിരുന്നു. അച്ഛൻ തന്നെ പല സിമ്പോസിയങ്ങളിൽ സംസാരിക്കുന്നത്, പല വർക്ക്ഷോപ്സ് ലീഡ് ചെയ്യുന്നതെല്ലാം ഞാൻ കണ്ടു വളർന്ന ഒരാളാണ്. അപ്പോൾ ഇതെന്റെ പാരമ്പര്യമായിട്ട് നമ്മളെ കുടുംബത്തിൽ കണ്ടിരിക്കുന്ന കാര്യമാണ്. അത് എൻ്റെ വ്യക്തിപരമായ എക്സ്പീരിയൻസിൽ നമുക്ക് ഒരുപാടധികം എക്സ്പീരിയൻസസ് ഉണ്ട്. ബട്ട് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റിലേക്ക് അത് എത്തിക്കണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്കൊരു കൺവിൻസിംഗ് ആയിട്ട് ജനങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പറ്റും പല കാര്യങ്ങളും. അഗസ്ത്യ കളരി പാരമ്പര്യത്തിൽ 5ാം തലമുറക്കാർ. അതെ അതെ. ഇതിന്റെ ഒരു ഫ്യൂച്ചറായിട്ട് ഗുരുക്കൾ എങ്ങനെ മനസ്സിലാക്കുന്നത്, എന്താ കാണുന്നത്? അല്ല, ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടുണ്ട്. സമ്പ്രദായം എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. കാരണം കളരിപ്പയറ്റ് ഇന്ത്യയിലെ തന്നെ 90% ആൾക്കാർക്കും, പോപ്പുലേഷന്റെ 90% ഓഫ് ആൾക്കാർക്കും കളരിപ്പയറ്റ് എന്ന് പറയുന്ന ഒരു മാർഷൽ ആർട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് അറിയില്ല. ഇന്ത്യയെ തന്നെ നമ്മൾ നോക്കുമ്പോൾ, ഇന്ത്യയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ത്യൻ പോപ്പുലേഷനെ മൊത്തത്തിൽ എടുക്കുമ്പോൾ അതിന്റെ 80 to 90% ആൾക്കാർക്കും കളരി ഉണ്ടെന്ന് അറിയില്ല. നമ്മൾ നോർത്ത് ഇന്ത്യയെ ട്രാവൽ ചെയ്യുമ്പോൾ കളരി പത്തു എന്നവരെ പറയാറുണ്ട്. കാരണം കളരി പൈറ്റ് എന്നവർക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനൊരു ഇന്ത്യൻ മാർഷൽ ആർട്ട്, അതും എസ്പെഷ്യലി വേൾഡ് മാർഷൽ ആർട്സിന്റെ, എസ്പെഷ്യലി ചൈനീസ് മാർഷൽ ആർട്സിന്റെ ഒരു മാതൃത്വം ഇവിടെ കിടപ്പുണ്ടെന്ന് ഈവൻ മാസ് ഒയാമ ദിസ് ഈസ് കരാട്ടെ എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷാവലിൻ ടെമ്പിൾസിൽ പോയാൽ ബോധിധർമ്മന്റെ കേവ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിന്റെ മുന്നിൽ അവർ എഴുതിയിട്ടുണ്ട് ഒരു ഇന്ത്യൻ മോങ്ക് ആണ് ഇദ്ദേഹം എന്ന്. ഷാവലിൻ ടെമ്പിൾസിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ മാർഷൽ ആർട്ട് ഫോംസും ബോധിധർമ്മനാൽ കമ്പോസ് ചെയ്യപ്പെട്ട ഇജിങ് ജിങ്ങിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള മാർഷൽ ആർട്ട് ഫോംസ് ആണ്. ഇജിങ് ജിങ്, കെംപോ കരാത്തെ, ഷാവലിൻ കുങ്ഫു എല്ലാം ഇവോൾവ് ചെയ്തത്. അപ്പൊ അവരെല്ലാം അത് മെൻഷൻ പറയുന്നുണ്ട്. ഇന്ത്യയിലെ ഈ 90% ആൾക്കാർക്കും ചൈനീസ് മാർഷൽ ആർട്സുകളെ കുറിച്ച് അറിയാം. അറ്റ്ലീസ്റ്റ് പേരെങ്കിലും കേട്ടിട്ടുണ്ട്. കരാത്തെ, കുങ്ഫു, ഊഷു എന്നുള്ള പേരുകൾ അത് സുപരിചിതമാണ്. തൈക്കോണ്ടോ എല്ലാവർക്കും സുപരിചിതമാണ്, അവർക്കറിയാം. അത്രത്തോളം അത് പോപ്പുലറായി ഇന്ത്യയിൽ. പക്ഷേ ഇന്ത്യ അതിന്റെ മാതൃസ്ഥാനത്ത് നിൽക്കുന്ന കളരിപ്പയറ്റ് എന്തുകൊണ്ട് 80-90% ഓഫ് ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ അവരെ അറിയിക്കണമെങ്കിൽ നമുക്ക് ഒരുപാടധികം വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരുപാട് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പലതരത്തിൽ ഇതിനെ അറിയിക്കാനായിട്ടുള്ള മാർഗങ്ങൾ കൊണ്ടുവരണം. ഇപ്പൊ ഈ പ്രൊമോഷനും അല്ലെങ്കിൽ അറിയിക്കലും എന്നൊക്കെ പറയുമ്പോഴേ പലപ്പോഴും ഈ ചൈനീസ് മാർഷൽ ആർട്ട് ഫോംസ് പോപ്പുലറൈസ് ആയതിന് ബ്രൂസ്ലി, ജാക്കി ചാൻ ഇൻഫ്ലുവൻസും വളരെയധികം ഉണ്ടല്ലോ. ജാക്കി ചാൻ മാത്രമല്ല, ബ്രൂസ്ലി ഇൻഫ്ലുവൻസ് ആണ് ഒരു വലിയ രീതിയിൽ മാറ്റം ഉണ്ടാക്കിയത്. പക്ഷെ അതേസമയം നമ്മൾ നോക്കിയ ചൈനീസ് ഫിലിംസ് ഷാവലിൻ ടെമ്പിൾ, ചൈനീസ് ഫിലിംസ് എന്ന് ഒറ്റയടിക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾ മാർഷൽ ആർട്ട് ഫിലിംസ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. അതെ, എത്ര സിനിമകളുണ്ടെന്ന് ആലോചിക്കും. എത്ര സിനിമകളുണ്ട് ആ മാർഷൽ ആർട്സിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള? 100 കണക്കിന് സിനിമകളാണ് ചൈനയിൽ, അത് ഇന്റർനാഷണലി അവർ റിലീസ് ചെയ്യുന്നത്. ജെറ്റ്ലി ഉൾപ്പെടെ ഇന്റർനാഷണൽ ആക്ടേഴ്സ് അതൊക്കെ അതിന്റെ പുറത്താണ്. അപ്പോൾ അവര് മാധ്യമങ്ങളിലൂടെ ഈ ആയോധന കലയെ വിശ്വേത്തര ആയോധന കലയാക്കാനുള്ള അവരുടെ പരിശ്രമങ്ങളിൽ നിന്നാണ് നമുക്കറിയാം, വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വർക്കിൽ നിന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ നിന്നും ഇന്ത്യയിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലെ ഗുരുക്കന്മാരിൽ നിന്നെല്ലാം ഇവരെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഒരുപാട് സന്തോഷകരമായിട്ടുള്ള കാര്യം, യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് ആസ്പയർ ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ തന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിൽ ഒരുപാട് യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട്. ഏതാണ്ട് മിനിമം നമുക്ക് 2-3 വർഷത്തെ ട്രെയിനിങ് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അവരൊരു ഫൗണ്ടേഷണൽ തലത്തിൽ ഒരു ട്രെയിനറാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ പുതിയ തലമുറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളരിപ്പയറ്റിനെ വളരെയധികം സ്നേഹിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും തുടങ്ങിയ ഒരു തലമുറ വന്നതിൽ വലിയൊരു സന്തോഷമുണ്ട്. അപ്പൊ അത് കൂടുതൽ നമുക്ക് വേൾഡ് വൈഡ് നമുക്ക് അതിനെ സ്പ്രെഡ് ചെയ്യാനുള്ള പരിശ്രമങ്ങൾ കൂട്ടായിട്ടുണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഇപ്പൊ കാളിയൻ ആ വിധത്തിൽ
ഇപ്പോൾ ഡയറക്റ്റ് എഴുതി സംവിധാനം ചെയ്തപ്പോൾ പൃഥ്വിരാജിനെ പോലെ ഇപ്പോൾ ആഫ്റ്റർ വാരാണസി അദ്ദേഹം ഒരു ഗ്ലോബൽ ആക്ടർ കൂടിയായി മാറുകയും കൂടി ചെയ്യുമല്ലോ. അപ്പൊ കാളിയാനിലൂടെ ആ വിധത്തിൽ കളരിപ്പയറ്റിനെ പ്ലേസ് ചെയ്യുക അങ്ങനെ ഒരു ആഗ്രഹമാണോ ഡെഫിനറ്റ്ലി കളരിപ്പയറ്റിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സിനിമയല്ല, പീരിയോഡിക് സിനിമയാണ്. അതുകൊണ്ട് തന്നെ കളരിയുടെ എല്ലാ സാധ്യതകളും അതിനുള്ളിൽ നിർബന്ധമായിട്ടും നമ്മൾ പ്രയോജനപ്പെടുത്തും. ഈ ഒരുപാട് സെലിബ്രിറ്റി കിഡ്സും കൂടി കളരി പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ പവൻ കല്യാണിന്റെ മകൻ ഉൾപ്പെടെയുള്ളവര്. അവർക്ക് എന്തായിരിക്കും റെഫറൻസ് ആയിട്ട് എത്തിയിട്ടുണ്ടാവും? ഈ വാരിയർ മോങ്ക് എന്നുള്ള ഈ ലേബലാണോ, എന്താണ് അവരിലേക്ക് ഇത് എത്തുന്നുള്ള കാര്യം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാടധികം വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കളരിപ്പയറ്റ് സ്കിൽസ്, എസ്പെഷ്യലി സെൽഫ് ഡിഫൻസ് സ്കിൽസിനെ കുറിച്ച് കാണിക്കുന്ന കുറേ അധികം വീഡിയോസ് ഇടുന്നുണ്ട്. അതുകൂടാതെ കളരിപ്പയറ്റിനെ കുറിച്ചും നമ്മളിപ്പോൾ സംസാരിച്ചതുപോലെ തന്നെ ഉള്ള അതിൻ്റെ സാധ്യതകളെ കുറിച്ചും റെസിലിയൻസ് ബിൽഡിങ്ങിനെ കുറിച്ച്, ഇത് ഒരു ഇന്ത്യൻ മാർഷൽ ആർട്ട് എന്നുള്ള നിലയിൽ എത്രത്തോളം ആക്സെപ്റ്റഡ് ആകണം എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ച ആസ്പെക്ട്സുകളെല്ലാം പലതരത്തിൽ വീഡിയോകളിലൂടെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. വീഡിയോകളിൽ ഇടാനാണ്, ഐ മീൻ ലൈക്ക് പ്രൊമോട്ട് ചെയ്യാനല്ല, ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് പേര് അത് ഫോളോ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് കാണുന്നുണ്ട്, പലരും ഇൻസ്പയർഡ് ആണ് എന്ന് പറയാറുണ്ട്. അപ്പൊ അത്തരം നോളജ് ഷെയറിംഗ് ആണ് നമുക്ക് ആകെ പറയാൻ പറ്റുന്നത്. നമ്മുടെ കയ്യിലുള്ള നോളജിനെ കുറിച്ച് നമുക്ക് വിളിച്ചു പറയാൻ പറ്റും, ലോകത്തിനെ അറിയിക്കാൻ പറ്റുക. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഒരു മിഷനായിട്ട് എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യയിലല്ല വേൾഡിൽ തന്നെ ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്ന് പറയുന്നത് വാറിയർ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ആണ്. അതായത് ക്ഷാത്രവീര്യം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. വാറിയർ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പൊ റീസെന്റ് റോമിൽ ഞാൻ പോയപ്പോൾ ഞാൻ ആ കൊളോസിയത്തിൽ പോയി. ഗ്ലാഡിയേറ്റർ മൂവിയിലൊക്കെ കണ്ടിരിക്കുന്ന കൊളോസിയം, ഗ്ലാഡിയസ് എന്ന് പറയുന്നത് അവർ കയ്യിരിക്കുന്ന സോഡാണ് ആക്ച്വലി. അങ്ങനെ ഗ്ലാഡിയേറ്ററുകൾ ഒരുപാട് പോരാടിയ കൊളോസിയം ഭയങ്കര രീതിയിൽ അതൊരു മോണിമെന്റ് ആയിട്ട് അവർ കീപ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് സ്പാർക്ക് ചെയ്തൊരു കാര്യം, അതായത് സിവിലൈസേഷൻസ് ബിൽഡ് ചെയ്തിരിക്കുന്നത് വാറിയേഴ്സ് ആണ് എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പം ബൃഹദേശ്വര ടെമ്പിൾ നോക്കുന്നു, തഞ്ചാവൂർ ബൃഹദേശ്വര ടെമ്പിൾ ഒരു വലിയ അത്ഭുതമാണ്. ചിദംബരം ക്ഷേത്രം നോക്കും, അല്ലെങ്കിൽ മോണിമെന്റ്സ് ഏത് വേണമെങ്കിലും നോക്കാം. ഇന്ത്യയിലെ മോണിമെന്റ്സ് ഏത്, പഴയകാല മോണിമെന്റ്സ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ, വേൾഡ് മോണിമെന്റ്സ് എടുത്ത് നോക്കുമ്പോൾ, റോമിലോ ഗ്രീസിലോ ഒക്കെ നമ്മൾ നോക്കിയാൽ എല്ലാ മോണിമെന്റ്സും ഉണ്ടാക്കിയിരിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാറിയേഴ്സ് ആണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കാൻ പറ്റും. സിവിലൈസേഷൻസ് ആർ ബിൽറ്റ് ബൈ വാറിയേഴ്സ്. ചരിത്രം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ 80-85% ഓഫ് ഹിസ്റ്ററി ഈസ് മെയ്ഡ് ബൈ വാറിയേഴ്സ് ഓൺലി. യോദ്ധാക്കളുടെ ചരിത്രമാണ് പലപ്പോഴും ചരിത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധങ്ങളുടെ ചരിത്രമാണ് ചരിത്രമായി മാറിക്കൊണ്ടിരിക്കുന്നത്. വാറിയർ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും വെളിയിൽ കിടന്ന് അടികൂടുക, സ്ട്രീറ്റ് ഫൈറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. വാറിയർ സ്പിരിറ്റ് മീൻസ് യു ആർ ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സൊസൈറ്റി, യു ആർ ബിക്കമിങ് ദ പ്രൊട്ടക്ടർ ഓഫ് ദ സൊസൈറ്റി. എല്ലാ പേരും ഒരു പ്രശ്നത്തിന്റെ സാഹചര്യത്തിൽ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് ഇറങ്ങുമ്പോൾ സംബഡി ഷുഡ് ടേക്ക് ചാർജ്. ഒരാൾ മുന്നിലേക്ക് വരണം. അതാണ് സ്പിരിറ്റ് ഓഫ് വാറിയർ. ആ ലീഡ് ചെയ്യുന്ന ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വാറിയർ സ്പിരിറ്റ് ആണ്. അങ്ങനെ സമൂഹത്തിന്റെ പ്രൊട്ടക്ഷൻ, സമൂഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിലെടുക്കുന്ന, ഇപ്പൊ ഒരു സിറ്റുവേഷൻ സംഭവിച്ചെന്ന് നടക്കും. ഇപ്പൊ നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു സംഭവം നടന്ന് നിങ്ങൾ അങ്ങോട്ട് നോക്കില്ല, ഇപ്പം അതിന്ന് ഒഴിഞ്ഞു പോകാനാണ് നോക്കുക. യുക്തിപരമായിട്ട് നമുക്ക് അതിൽ എങ്ങനെ ഇടപെടാം എന്ന് സമയോചിതമായിട്ട് ചിന്തിക്കുന്ന ദ സ്പിരിറ്റ് ഓഫ് വാറിയർ വി ഷുഡ് റിവൈവ് ബാക്ക്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാറിയർ സ്പിരിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ സൂയിസൈഡ് റേറ്റ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് വിമൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പല കാര്യങ്ങളും നമുക്ക് വലിയ ചലഞ്ചസിനെ നമുക്ക് നേരിടാൻ പറ്റാതെ വരുന്നത്. നമുക്ക് ഒരു പ്രധാനപ്പെട്ട പോയിന്റിലൂടെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. എസ്പെഷ്യലി ഇഫ് യു ലുക്ക് അറ്റ് ദ ഗോഡ്സ് വി വർഷിപ്പ് ഓൾ ഓവർ ദ വേൾഡ്, മെജോറിറ്റി ഓഫ് ദ ഗോഡ്സ് ആർ ഹോൾഡിങ് വെപ്പൺസ് എന്നുള്ളതാണ്. നമ്മൾ ഇന്ത്യയിൽ നോക്കുമ്പോൾ ശിവന്റെ കയ്യിൽ ഒരു പിനാകവും തൃശൂലവും കാണാം, കാളിയുടെ കയ്യിൽ ഒരു മഹാഖഡ്ഗം, ഹനുമാന്റെ കയ്യിൽ ഒരു ഗദ. ഈവൻ അവർ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഈ സാധനം അടുത്ത് വെച്ചിരിക്കുന്നു. ഈ വെപ്പൺ ഇല്ലാതെ അവരെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ഡെയ്റ്റീസിന് എസ്പെഷ്യലി. അതൊരു ഡെക്കറേഷൻ അല്ല, ആ ഐക്കണോഗ്രാഫി തന്നെ കാണിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ വാറിയേഴ്സ്, ദേ വെർ വാറിയേഴ്സ് എന്നുള്ളതാണ്. ദ വാറിയേഴ്സ് ഹു പ്രൊട്ടക്റ്റഡ് ദ സൊസൈറ്റി. ധർമ്മത്തിന് വേണ്ടി നിലനിന്ന യോദ്ധാക്കളായിരുന്നു ഇവരെന്നാണ് ആ ഇത്രയും അസ്ത്രശസ്ത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ആക്ച്വലി ദ ഗോഡ്സ് വി വർഷിപ്പ്. അപ്പൊ അവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ ഒരിക്കലും ഡെക്കറേഷൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അവര് ധർമ്മത്തിന് വേണ്ടി പോരാടിയ യോദ്ധാക്കളെ ആണ് നമ്മൾ
ദൈവങ്ങളായിട്ട് തന്നെ വാഴ്ത്തുന്നതെന്നാണ് ആ ഐക്കണോഗ്രാഫി തന്നെ കാണിക്കുന്നത്. അപ്പോൾ ആ ഈവൻ നമ്മുടെ രാമായണം മഹാഭാരതം പോലുള്ള ഗ്രേറ്റ് എപ്പിക്സ് അതും ഇറ്റ് ഈസ് റിവോൾവിങ് അറൌണ്ട് വാർ ആൻഡ് വാറിയർ സ്പിരിറ്റ് എന്ന് കാണാൻ വേണ്ടി പറ്റും. യുദ്ധമില്ലെങ്കിൽ രാമായണത്തിനെ കുറിച്ച് ആലോചിക്കാനില്ല. മഹാഭാരതത്തിന്റെ ഓരോ എപ്പിസോഡിലും ഒരു ചലഞ്ചും ഫൈറ്റും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവസാനം അതൊരു കുരുക്ഷേത്ര മഹായുദ്ധത്തിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഭഗവത്ഗീത പോലും ഒരു യുദ്ധക്കളത്തിനകത്ത് നിന്നിട്ടാണ് ആ വാറിയർ സ്പിരിറ്റിനെയാണ് അദ്ദേഹം അപ്ഹോൾഡ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാധേത് ആത്മൈഹ്യാത്മനോ ബന്ധുർ ആത്മൈഹ്യ രിപുരാത്മന എന്ന് അദ്ദേഹം പറയുന്നു. നെവർ ഡീഗ്രേഡ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ യുവർ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് യു ആർ യുവർ വേഴ്സ്റ്റ് എനിമി എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് ദ സ്പിരിറ്റ് ഓഫ് വാറിയർ ഷുഡ് ലിവ്. അവസാനമായിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ, ബാലിഷായിട്ട് തോന്നാം, എങ്ങനെയാണ് ഈ നീണ്ട താടിയും നീണ്ട മുടിയും ഈ മേൽവസ്ത്രവും പൈജാമയും ഈ ഒരു രൂപത്തിലേക്ക് വന്നത് എത്ര കാലം കൊണ്ടാണ്? അതിന് പിന്നിലത്തെ ഒരു ചേതോവികാരം എന്താണ്? ചേതോവികാരല്ല, ആക്ച്വലി ശരിക്കും നമ്മുടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യ കാലഘട്ടത്തിലെല്ലാം കളരിയുടെ വീഡിയോസ് ഇപ്പം ഒരു 13 year old വീഡിയോസ് ഒക്കെ നമ്മുടെ ഉണ്ട്. അതിൽ നോക്കിയാലും ഞാൻ ഇതേ ഷർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോ ഇതൊരു കംഫർട്ടായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. രണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിലൂടെ ആൾക്കാരുടെ ഇടയിലേക്ക് അറിയുന്നുണ്ട്. അപ്പം നാച്ചുറൽ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും എല്ലാ കാലത്തും ഞാൻ ഒരുപാട് കാലം ജീൻസ് ഇട്ടിരുന്ന ആളാണ്. കുറച്ചുകൂടെ ഒരു ഇന്ത്യൻ ആയിട്ട് നടന്നാൽ കുറച്ച് നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഈ മുനിവര്യന്മാരും അല്ലെങ്കിൽ ഈ ഋഷിവര്യന്മാർ ഇവരെല്ലാവരും ഈ നീണ്ട താടിയും നീണ്ട മുടിയുടെയും പിറകിൽ പോകുന്നതിന്റെ കാര്യം എന്തായിരിക്കും? ഇതാണ് കുറച്ച് ആർട്ടിഫിഷ്യൽ, ഇത് നാച്ചുറൽ ആണ്. ഇങ്ങനെയാണ് ഇരിക്കുന്ന മനുഷ്യൻ, ഇത് കുറച്ച് ട്രിംഡ് ആണ്, ആർട്ടിഫിഷ്യൽ ആക്കി എടുത്തിരിക്കുന്നു. അത് നല്ല വെരി ഇമ്പോർട്ടന്റ്. യെസ്. ഇനിയും ഒരു സെഷൻ കൂടി ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഡെഫിനറ്റ്ലി അത് ഇൻ ഫ്യൂച്ചർ സംഭവിക്കട്ടെ. കാളിയൻ എല്ലാ വിധത്തിലുള്ള ആശംസകളും, എല്ലാ നല്ലതും സംഭവിക്കട്ടെ. കളരിയെ ഇനിയും അടുത്ത തലമുറകളിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തനാവട്ടെ. നല്ല നേരം. നമസ്കാരം. താങ്ക് യു സോ മച്ച്.